ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നീറ്റ് നമുക്ക് പരീക്ഷ എഴുതുവാനായിട്ടും അതിൽ നമ്മളുടെ ഓരോ വിദ്യാർത്ഥിക്കും എത്രത്തോളം നീറ്റിനോടുള്ള അല്ലെങ്കിൽ നീറ്റ് ഈ 720 മാർക്കിൽ എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചോദിച്ച ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടും ഒബ്ജക്റ്റീവിൻ്റെ തീർച്ചയായിട്ടും ഒരു അവയർനെസ് കൊടുക്കാനായിട്ടും ധാരാളം സമയമുണ്ട്. മുഴുവൻ ചാപ്റ്ററുകളിലൂടെയും നമ്മൾ കടന്നു പോകും. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ തന്നെയാണുള്ളത്. തിയറി ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുണ്ട്, നമ്മൾ ക്ലാസ്സിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ധാരാളം പരീക്ഷകളിലൂടെ തന്നെയാണ് മെയ് 3 നമ്മളെ വിദ്യാർത്ഥികളെ എത്തിക്കുന്നത്. ഇവർ ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ ഇവർക്ക് ബ്രില്യൻറ്റിൻ്റെ ഇ ലേണിംഗ് ആപ്പ് ആക്റ്റീവാണ്. ഈ ബ്രില്യൻറ്റിൻ്റെ ഇ ലേണിംഗ് ആപ്പിനകത്ത് ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും മുഴുവൻ ചാപ്റ്ററുകളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതൊരു ഫാക്കൽറ്റിയുടെ അല്ല, പല ഫാക്കൽറ്റികളുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ബ്രില്യൻറ്റിൻ്റെ ഓൺ സെൻറ്ററുകളാണ് എല്ലാം. അവിടെ റിപ്പീറ്റേഴ്സിനും റെസിഡൻഷ്യൽ ബാച്ചിലും ലോങ് ടൈം ബാച്ചിലും എടുത്തുകൊണ്ടിരിക്കുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ് ക്രാഷ് കോഴ്സിനും വിവിധ സെൻറ്ററുകളിലും ഇനി അതല്ല ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഒരു ചാപ്റ്ററിലൂടെ തന്നെ ക്ലാസ്സുകളായിട്ടും ഇ ലേണിംഗ് ആപ്പിലെ ക്ലാസ്സുകളായിട്ടും പരീക്ഷകളായിട്ടും മോഡലുകളായിട്ടും പല ആവർത്തിയാണ് നമുക്ക് ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആവർത്തി ആ ചാപ്റ്റർ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടുന്നുണ്ട്. ഹായ് ഓൾ, ഒരു മെഡിക്കൽ ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം MBBS സീറ്റ് കരസ്ഥമാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലക്ഷ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ മുൻപിൽ ഇനി മെയ് 3 5 മാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഏറ്റവും വലിയൊരു ചോദ്യം ഈ ഒരു 5 മാസം കൊണ്ട് നമുക്ക് നീറ്റ് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ പ്രസക്തി. സാർ, നമുക്കത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. എന്താണ് ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്? നമുക്കറിയാം, സാർ പറഞ്ഞ പോലെ തന്നെ ഒരു മെഡിക്കൽ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ഒരു സർവീസ് മേഖലയൊക്കെ സ്വപ്നം കാണുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു വൈറ്റ് കോട്ടും ഒരു ഡോക്ടർ എന്നുള്ള ഒരു മേഖല, ഒരു MBBS സീറ്റ് എന്നുള്ള സ്വപ്നം, ഒരു ഗവൺമെൻറ് മേഖലയിലെ സീറ്റ് എന്നും കൂടി വേണം നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ കൂടുതലായിട്ട് പറയാനായിട്ട് സാധിക്കും. 2026 നമുക്കറിയാം, ഇനി 5 മാസക്കാലമേ ഉള്ളൂ. ഈ വരുന്ന മെയ് മാസമാണ് എക്സാം. അതെ, നമ്മളെ സംബന്ധിച്ചോളം ബ്രില്യൻറ്റിനെ സംബന്ധിച്ചോളം വിവിധ തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ടും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്ന വിവിധ സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്നവരുണ്ട്, CBSE പഠിക്കുന്നവരുണ്ട്, ISC പഠിക്കുന്നവരുണ്ട്. പക്ഷെ നീറ്റിനൊരു സിലബസ് ഉണ്ട് അല്ലേ? അപ്പം ആ സിലബസിനെ പരിചയപ്പെടാനായിട്ടും ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ചാപ്റ്ററുകൾക്ക് മൊത്തം തീർച്ചയായിട്ടും അതൊന്നും എല്ലാം പഠിക്കണം. നമുക്ക് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും തുല്യ പ്രാധാന്യമാണ്. അപ്പം ഏത് കാറ്റഗറി, ഏത് സിലബസിൽ പഠിക്കുന്നവർക്കും ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും മുഴുവൻ ചാപ്റ്ററുകളെയും തുല്യ പ്രാധാന്യത്തോടെ പഠിക്കുവാൻ വേണ്ടിയിട്ടും ഒരു ഒബ്ജക്റ്റീവ് ലോജിക്ക് നമുക്ക് ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിക്കുന്നതിനപ്പുറത്ത് ടൈം ബൗണ്ട് ആയിട്ട് നെഗറ്റീവ് മാർക്കിനെ പേടിക്കാതെ കൃത്യമായിട്ട് ഒരു ഒബ്ജക്റ്റീവ് ലോജിക് ഡെവലപ്പ് ചെയ്തൊക്കെ നമുക്ക് മെയ് 3 എത്താനായിട്ടുള്ളതാണ് ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു പ്രോഗ്രാമിലോട്ട് നമ്മൾ പ്രവേശനം കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അവരൊരു പക്ഷേ നീറ്റ് എക്സാം എഴുതിയവരായിരിക്കാം. അവർ മറ്റു പല പ്രോഗ്രാമുകളിൽ അവർ ആഗ്രഹിച്ച ഒരു സീറ്റിൽ എത്തിപ്പെടാൻ സാധിച്ചില്ല. ഒന്നെങ്കിൽ ഗവൺമെൻറ് സീറ്റ് എത്തിപ്പെടാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ മറ്റ് ഒരു ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ MBBS പ്രവേശനം കിട്ടിയില്ല. അതുകൊണ്ട് മറ്റു കോഴ്സുകൾക്ക് ചേർന്നവരുണ്ട്. അപ്പോൾ അവർക്ക് 2026 നീറ്റ് എക്സാം എഴുതണം. അപ്പോൾ അവർക്ക് ആ സബ്ജക്റ്റുമായിട്ടുള്ള ടച്ച് പോയി. അപ്പം സബ്ജക്റ്റ് ഒന്ന് ഓർത്തെടുക്കണം. ഒപ്പം തന്നെ ധാരാളം പരീക്ഷകൾ എഴുതി, ഏറ്റവും പ്രധാനം പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യണം. മൂന്നാമത്തെ ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ലോകത്തെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ, അപ്പോൾ അവർക്ക് ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയലും ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സുകളും ബ്രില്യൻറ്റിൻ്റെ പരീക്ഷകളൊക്കെ ഒന്ന് അവർക്ക് പരിചയപ്പെടണം. അങ്ങനെ 2026 നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ 3 വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ സാറ് ഉദ്ദേശിച്ചൊരു ചോദ്യമുണ്ട്, നമുക്ക് ഈ 5 മാസക്കാലം മതിയോ എന്നുള്ളത് അല്ലേ? ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നീറ്റ് നമുക്ക് പരീക്ഷ എഴുതുവാനായിട്ടും അതിൽ നമ്മളുടെ ഓരോ വിദ്യാർത്ഥിക്കും എത്രത്തോളം
നീറ്റിനോടുള്ള അല്ലെങ്കിൽ നീറ്റ് ഈ 720 മാർക്കിൽ എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം പുതിയതായിട്ട് ആദ്യമായിട്ടാണ് ഒബ്ജക്റ്റീവിനെ പരിചയപ്പെടുന്നതെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു സ്കോർ കണ്ടെത്താനും അതിലൂടെ ഒരു വർഷം മാറ്റി വെക്കുന്നത് എഫക്റ്റീവ് ആണോ എന്നൊക്കെ പരിചയപ്പെടാനേ സാധിക്കുള്ളായിരിക്കാം. പക്ഷേ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടുള്ള നീറ്റ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നീറ്റ് എഴുതിയ ഒബ്ജക്റ്റീവിന് നല്ല ലോജിക്കുള്ള ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചോളം തീർച്ചയായിട്ടും ഈ 5 മാസക്കാലം അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് ശേഷമുള്ള 40 ദിവസങ്ങൾ തീർച്ചയായിട്ടും ഒരു നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് മതിയാവും. അപ്പം അതിൻ്റെ പ്രാധാന്യം എന്താണ്? നമുക്ക് ലോകത്ത് എവിടെ നിന്നും വേണമെങ്കിലും ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാം, ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം. അതുപോലെ കേരളത്തിലുള്ളവരാണെങ്കിലും ഇപ്പോൾ ബോർഡ് എക്സാമിന് ശേഷമാണ് എല്ലാ ജില്ലകളിലും നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സ് സെൻറ്ററുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം ഓൺലൈനായിട്ട് ചേർന്നതിന് ശേഷം ബോർഡ് എക്സാമിന് ശേഷം നമ്മുടെ സെൻറ്ററുകളിലോട്ട് വന്ന് പഠിക്കാനുള്ള ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് പ്രോഗ്രാമിൽ നമ്മൾ ഒരുക്കിയിട്ടുമുണ്ട്. സർ, അതുപോലെ തന്നെ ഇനി വിദ്യാർത്ഥികളുടെ ഒരു പ്രധാന സംശയം അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു ചോദ്യം എന്ന് പറയുന്നത് ഇനിയുള്ള 5 മാസം അവർക്ക് മൊത്തം ടോപ്പിക്കുകളും കവർ ചെയ്ത് ലഭിക്കുമോ എന്നുള്ളത്. ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നീറ്റ് എഴുതാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് എന്തായിരിക്കും മറുപടി? അതായത് നമുക്കിപ്പം ഈ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 3 സിലബസിലുള്ളവരെ നമുക്ക് പ്രധാനമായിട്ട് കാണാം. CBSE, ISE അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ്. അതോടൊപ്പം തന്നെ വിദേശത്തൊക്കെ പഠിക്കുന്ന IGCS സിലബസ് പോലുള്ളവർ. നമുക്ക് നീറ്റിന് എന്താണ് NCERT ബേസ്ഡ് ആണ്. NCERTയുടെ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ 81 ചാപ്റ്ററുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പം ഇവർക്ക് ഈ ചാപ്റ്ററുകളെ എല്ലാം പരിചയപ്പെടുത്തുവാനായിട്ടും ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു കൊടുക്കാനായിട്ടും അതിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ചോദിച്ച ചോദ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടും ഒബ്ജക്റ്റീവിൻ്റെ തീർച്ചയായിട്ടും ഒരു അവയർനെസ് കൊടുക്കാനായിട്ടും ധാരാളം സമയമുണ്ട്. മുഴുവൻ ചാപ്റ്ററുകളിലൂടെയും നമ്മൾ കടന്നു പോകും. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ തന്നെയാണുള്ളത്. ഇപ്പം ബോർഡ് എക്സാം എഴുതുന്നവരാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പം സെക്കൻഡ് ഇയറിൻ്റെ ബോർഡ് എക്സാമിന് പരീക്ഷ വരുന്നു. അപ്പോൾ അതിന് തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് ബോർഡ് എക്സാമിൽ ഒരു ഉയർന്ന മാർക്ക് കിട്ടാൻ തന്നെ സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്തിട്ട് ബോർഡ് എക്സാമിന് ശേഷം ഓഫ്ലൈനായിട്ട് വരേണ്ടവർക്കുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഓഫ്ലൈനായിട്ട് എടുത്തു കൊടുക്കും. അപ്പം ഏത് രീതിയിലും ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് NCERTയുടെ 81 ചാപ്റ്ററുകളിലൂടെയും പല ആവർത്തി വിദ്യാർത്ഥികളെ നമ്മൾ കൊണ്ടുപോകും. അതാണ് ബ്രില്യൻറ്റ് ക്രാഷ് പ്രോഗ്രാം. അതിന് തിയറി ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, നമ്മൾ ക്ലാസ്സിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ധാരാളം പരീക്ഷകളിലൂടെ തന്നെയാണ് മെയ് 3 നമ്മളെ വിദ്യാർത്ഥികളെ എത്തിക്കുന്നത്. സർ, ഇപ്പോൾ +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്കൂൾ ടൈമിലാണ്, സ്കൂളിലെ ക്ലാസ്സുകളിൽ ബോർഡ് എക്സാമിന്റെ സമയവുമായി പ്രാക്ടിക്കലൊക്കെ ജനുവരിയിൽ തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബ്രില്യൻറ്റിന്റെ ക്ലാസ്സുകൾ ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഈ ഒരു സമയം? നമുക്കിപ്പം ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിലും അല്ലെ മറ്റുള്ള കോഴ്സുകളിൽ പഠിച്ചുകൊണ്ട് ക്രാഷ് കോഴ്സ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും നമ്മുടെ ബ്രില്യൻറ്റ് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെയിലി നമുക്കൊരു 2 മണിക്കൂർ ക്ലാസ്സുകളേ ഉള്ളൂ. അതിലുപരി ഇവർ ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ ഇവർക്ക് ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പ് ആക്റ്റീവാണ്. ഈ ബ്രില്യൻറ്റ് ലേണിംഗ് ആപ്പിനകത്ത് ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും മുഴുവൻ ചാപ്റ്ററുകളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതൊരു ഫാക്കൽറ്റിയുടെ അല്ല, പല ഫാക്കൽറ്റികളുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പം ഇവർക്ക് ഏതെങ്കിലും ഒരു ഫ്രീ ടൈമിൽ കൃത്യമായിട്ടും ഏത് ക്ലാസ്സുകൾ വേണമെങ്കിൽ കാണുവാനായിട്ടും പല വിധത്തിലുള്ള എക്സാം പ്രാക്ടീസ് ചെയ്യാനായിട്ടും 4 ലെവലിലുള്ള ഈസി, മീഡിയം, ഹൈ, ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അവനവന് തന്നെ ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യാനായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ കുറിച്ച് പഠിക്കാനും എല്ലാ അവസരങ്ങളാണ് ഈ ലേണിംഗ് ആപ്പിൽ കിട്ടുന്നത്. ഇത് കൂടാതെയാണ് ടൈം ടേബിൾ അനുസരിച്ചുള്ള റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകളും. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചാപ്റ്ററിലൂടെ തന്നെ ക്ലാസ്സുകളായിട്ടും ഈ ലേണിംഗ് ആപ്പിലെ ക്ലാസ്സുകളായിട്ടും പരീക്ഷകളായിട്ടും മോഡലുകളായിട്ടും പല ആവർത്തിയാണ് നമുക്ക് ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആവർത്തി ആ ചാപ്റ്റർ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം അവർക്ക് കിട്ടുന്നുണ്ട്. സാർ, ഇപ്പോൾ ഒബ്ജക്റ്റീവായിട്ട് ചോദ്യങ്ങൾ എഴുതി പരിശീലിക്കുക, അതും പരീക്ഷ എഴുതി തന്നെ പരിശീലിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം. തീർച്ചയായിട്ടും നീറ്റ് 2025 വരെ ഓഫ്ലൈനായിട്ട് OMRൽ നടന്നൊരു എക്സാമാണ്. അപ്പം വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും OMRൽ തന്നെ 2026 ഓൺലൈനാണോ ഓഫ്ലൈനാണോ എന്നൊക്കെ ഉള്ളത് ജനുവരി ആകുമ്പോഴത്തേക്ക് വരികയുള്ളൂ. നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഓഫ്ലൈനായിട്ട് തന്നെ ഈ വർഷം നടക്കാനുള്ള സാധ്യത എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും, ഇനി അതല്ല ഓൺലൈൻ ആണെങ്കിൽ പോലും ധാരാളം പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. അപ്പോൾ ക്രാഷ് കോഴ്സിന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഈ ലേണിംഗ് ആക്റ്റീവ് ആകുമ്പോൾ തന്നെ അവർക്ക് ധാരാളം പരീക്ഷകൾ അതിനകത്ത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിൻ്റെയും 4 ലെവൽ പരീക്ഷകൾ അതിനകത്തുണ്ട്, മോഡൽ എക്സാമുകൾ അതിനകത്തുണ്ട്,
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ, വീഡിയോ സൊല്യൂഷൻ ഉൾപ്പെടെയുള്ളത് അതിനകത്ത് അവൈലബിൾ ആണ്. ഒരു പരീക്ഷ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാം. ഏത് ചാപ്റ്റർ വേണം, ഏതൊക്കെ ചാപ്റ്ററുകൾ വേണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഏത് ലെവൽ വേണം എന്നുള്ളത് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്ത് പരീക്ഷ എഴുതാം. ഇത് കൂടാതെ ഈ ടൈം ടേബിൾ അനുസരിച്ച് നമ്മളുടെ പരീക്ഷകളുണ്ട്, ഓൺലൈനായിട്ടും ഉണ്ട്, ഓഫ്ലൈനായിട്ടും ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ സെൻറ്ററുകളിൽ വന്ന്, ഇപ്പോൾ കേരളത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സെൻറ്ററുകളിൽ വന്ന് ഓഫ്ലൈനായിട്ട് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ബോർഡ് എക്സാമിന് ശേഷം ഏതാണ്ട് 35ഓളം സെൻറ്ററുകൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഓരോ ജില്ലകളിൽ ഏറ്റവും കുറവ് 3-4 സെൻറ്ററുകളുണ്ട്. അപ്പോൾ അവരുടെ വീടിനടുത്ത് എന്താണെങ്കിലും ഒരു ബ്രില്യൻ്റ് ക്രാഷ് കോഴ്സ് സെൻറ്റർ ഉണ്ടാവും. അവിടെ വന്നിട്ട് ഓഫ്ലൈനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനോ അതല്ലെങ്കിൽ പരീക്ഷകളെങ്കിലും ഓഫ്ലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഓരോ വിദ്യാർത്ഥിക്കും ലഭിക്കുന്നത്. ധാരാളം പരീക്ഷകളിലൂടെ എഴുതിയായിട്ടാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം ഒബ്ജക്റ്റീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടൈം 1 മിനിറ്റിനുള്ളിൽ നെഗറ്റീവ് മാർക്കിനെ പേടിക്കാതെ കൃത്യമായിട്ട് OMRൽ ക്വസ്റ്റ്യൻ നമ്പർ മാറാതെ പ്രാക്ടീസ് ചെയ്യാനുള്ള ആ ഒരു എഫക്റ്റീവ്നെസ് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യണം. അതാണ്, അങ്ങനെ വിനിയോഗിക്കണം. എങ്കിലേ നമുക്ക് ഈ പ്രോഗ്രാം കൊണ്ട് ഒരു പ്രയോജനത്തിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. സർ, ഇപ്പോൾ ക്രാഷിന് ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥി ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ നീറ്റ് എഴുതുന്നത്, അതായിരിക്കുമല്ലോ ഭൂരിഭാഗം. തീർച്ചയായിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് നൽകുക അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതിന് എന്തൊക്കെ ഘടകങ്ങളാണ് ബ്രില്യൻ്റ് ഉൾപ്പെടുന്നത്? ബ്രില്യനെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻ്റെ ക്ലാസ് മെൻറ്റർ സിസ്റ്റം അല്ലെങ്കിൽ 4 ലെവലുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇതുവരെ വിജയിച്ചിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്ന്, അപ്പം ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ സെൻറ്ററുകളാണെങ്കിലും ഒരു ഡയറക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും. അപ്പോൾ ഒരു ഡയറക്ടർ അതിനകത്തുണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെ കോർഡിനേറ്റേഴ്സ്, ഈ പ്രോഗ്രാമിന് പല സെൻറ്ററുകളാണെങ്കിൽ തന്നെ ഓഫ്ലൈൻ സെൻറ്ററുകളാണെങ്കിലും പല കോർഡിനേറ്റേഴ്സിൻ്റെ കീഴിലായിരിക്കും. അതിൻ്റെ താഴെ ഇൻചാർജ് ആയിട്ടൊരു സെറ്റുള്ള സാറുമാരുണ്ടാവും. അതിന് താഴെ ഓരോ വിദ്യാർത്ഥിക്കും ഒരു ക്ലാസ് മെൻറ്റർ ഉണ്ടാവും. ഒരു 50 പേരുള്ള ഒരു ബാച്ചിന് ഒരു ക്ലാസ് മെൻറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രില്യൻ്റ് ജോയിൻ ചെയ്യുമ്പോൾ മുതൽ ആ ക്ലാസ് മെൻറ്റർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയും ആ ക്ലാസ് മെൻറ്റർ വിദ്യാർത്ഥിയുമായിട്ടും രക്ഷിതാവുമായിട്ടും നിരന്തര സമ്പർക്കത്തിലായിരിക്കും. കാരണം ടൈം ടേബിള്, പരീക്ഷ, ക്ലാസ്സുകൾ, ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായ ഗൈഡൻസ് ആ ക്ലാസ് മെൻറ്ററിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇത് കൂടാതെ ഡൗട്ട് ക്ലിയറൻസും ബാക്കിയുള്ളതിനെല്ലാം ഫാക്കൽറ്റീസ് വേറെ അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ടൈം ടേബിളും അതുമായിട്ട് മാനേജ് ചെയ്തിട്ട് ഈ ക്ലാസ് അക്കാഡമിക് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ഒരു ക്ലാസ് മെൻറ്ററുടെ ഹെൽപ്പ് 100% ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. സാർ, ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തൊക്കെ ലഭ്യമാണ്? ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയലുകളുണ്ടോ, അതുപോലെ തന്നെ അധ്യാപകരുടെ ഒരു വലിയ നിര, അവരുടെ ഒരു സപ്പോർട്ട്, അവരുടെ ഒരു പഠിപ്പിക്കുന്നതിലെ ഒരു നിലവാരമൊക്കെ ഒന്ന് സാർ പറയാം. തീർച്ചയായിട്ടും എൻട്രൻസ് മേഖലയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മേഖലയിൽ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള 2 സെക്ഷനാണ്. ഒന്ന് ഫാക്കൽറ്റി വൈസും മറ്റൊന്ന് സ്റ്റഡി മെറ്റീരിയൽ വൈസും. നമ്മൾ നിരന്തരം പരീക്ഷകളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള റിസർച്ചിലും അതിനെക്കുറിച്ചുള്ള പഠന രീതികൾ പല പാക്കേജുകളിലൊക്കെയാണ് നീറ്റ് എക്സാം വന്നത്. അപ്പം ഇതിനൊക്കെ അനുസരിച്ച് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസോടുകൂടി തയ്യാറാക്കുകയാണ് ബ്രില്യൻ്റ് സ്റ്റഡി മെറ്റീരിയൽ. അത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന തിയറിയും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുള്ള സ്റ്റഡി മെറ്റീരിയലുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുള്ള സ്റ്റഡി മെറ്റീരിയലുണ്ട്, ഇവർക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്തു നോക്കാനുള്ള വർക്ക് ബുക്കുകളുണ്ട്. ഏറ്റവും ബ്രീഫായിട്ട് ജസ്റ്റ് ഒരു 1-2 പേജിൽ ഒരു ചാപ്റ്ററിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ ചെറുതായിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു പ്രിൻ്റഡ് നോട്ടുകളുണ്ട്. അപ്പം ഏതാണ്ട് 9ഓളം പ്രിൻ്റഡ് സ്റ്റഡി മെറ്റീരിയൽ ഓരോ വിദ്യാർത്ഥിക്കും ലഭ്യമാണ്. ഇന്ത്യയിലാണെങ്കിൽ അവരുടെ വീടുകളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. വിദേശത്തൊക്കെ ആണെങ്കിൽ കൊറിയർ സർവീസ് വഴി അവർക്കത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫാക്കൽറ്റീസിൻ്റെ കാര്യത്തിൽ നമുക്കറിയാമല്ലോ, ഇന്ന് ബ്രില്യൻറ്റിൽ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫാക്കൽറ്റീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അവരുടെ ക്ലാസ്സുകളാണ് ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും വിവിധ സെൻറ്ററുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ അവൈലബിൾ ആക്കുന്നത്. ബ്രില്യൻറ്റിനെ സംബന്ധിച്ചോളം ഫ്രാഞ്ചൈസികൾ എന്നൊരു ഇടപാട് നമുക്കില്ല. നമ്മളുടെ ഡയറക്ടേഴ്സ് നേരിട്ട് നോക്കുന്ന, നമ്മുടെ പാലായിൽ നിന്ന് പോയി പഠിപ്പിക്കുന്ന എല്ലാ സെൻറ്ററിലും പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസാണ് നമുക്കുള്ളത്. അപ്പം ഒരു ഫ്രാഞ്ചൈസി നിലയിൽ നിന്ന് അപ്പുറത്ത് ബ്രില്യൻറ്റിൻ്റെ ഓൺ സെൻറ്ററുകളാണ് എല്ലാം. അവിടെ റിപ്പീറ്റേഴ്സിനും റെസിഡൻഷ്യൽ ബാച്ചിലും ലോങ് ടൈം ബാച്ചിലും എടുത്തുകൊണ്ടിരിക്കുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ് ക്രാഷ് കോഴ്സിനും വിവിധ സെൻറ്ററുകളിലും, ഇനി അതല്ല ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത് കൂടാതെയാണ് ഞാൻ പറഞ്ഞത്, ഇ ലേണിംഗ് ആപ്പിനകത്ത്
ഏത് ചാപ്റ്ററിൻ്റെയും പല വിധത്തിലുള്ള ഫാക്കൽറ്റീസ് എടുത്ത ക്ലാസ്സുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോർഷനെ കുറിച്ച് ഒരു കുട്ടിക്ക് സംശയം ഉണ്ടെങ്കിൽ അത് മാത്രം അദ്ദേഹത്തിന് ഏത് സമയത്ത് വേണമെങ്കിലും കേൾക്കാനും കാണാനുമുള്ള സൗകര്യം ഇ ലേണിംഗ് ആപ്പിനകത്ത് ഇത് കൂടാതെ ഒരുക്കിയിട്ടുമുണ്ട്. സർ, അതുപോലെ തന്നെ ബ്രില്യൻറ്റിൻ്റെ ഏത് പ്രോഗ്രാം ആണെങ്കിലും ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠിക്കാൻ വരെ സാധിക്കുന്ന തരത്തിലുള്ള സ്കോളർഷിപ്പ് സ്കീമുകൾ. ക്രാഷ് കോഴ്സിലും അതുണ്ടോ? 100%. അതായത് നമുക്ക് പല രീതിയിലുണ്ട്. ഇപ്പോൾ CBSE ISC പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് നമുക്ക് ഏറ്റവും പരിഗണന കൊടുക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്കാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് അനുസരിച്ച് 10% മുതൽ 100% വരെയുള്ള സ്കോളർഷിപ്പ് സ്കീമുകളുണ്ട്. സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 11th ബോർഡ് എക്സാം ഉണ്ടായിരുന്നു. അപ്പം 11th മാർക്ക് അനുസരിച്ചാണ് അവർക്ക് സ്കോളർഷിപ്പ് ഉള്ളത്. ഇതുകൂടാതെ നീറ്റ് എഴുതിയ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നീറ്റ് 2025 സ്കോറിനെ അടിസ്ഥാനമാക്കിയും 100% വരെ സ്കോളർഷിപ്പ് നേടാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ ഉപരി നമുക്ക് സമൂഹത്തിനുള്ള ഒരു കടമ, അതായത് സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ സഹായിക്കേണ്ടവരാണെങ്കിൽ ആ ഉത്തരവാദിത്വം ബ്രില്യൻറ്റ് ഏറ്റെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മൾ സഹായിക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ് മൈത്രി സ്കീമിലൂടെ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിലും അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് 3 രീതിയിലാണ്. നമുക്കറിയാം, ഓൺലൈൻ, ഓഫ്ലൈൻ, അതുപോലെ തന്നെ ഹൈബ്രിഡ് മോഡ്. അതെ. ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ മുതൽ ഏത് സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യാം. ലോകത്ത് എവിടെ നിന്നും ബ്രില്യൻറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ നീറ്റ് 2026 ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഓൺലൈൻ മാത്രമായിട്ട്. അതായത് മെയ് 3-ാം തീയതി നിങ്ങൾ എക്സാം ഹാളിൽ എത്തിക്കുന്നത് വരെയുള്ള ഒരു പാക്കേജാണ് ഓൺലൈൻ, ഫുൾ ഓൺലൈനായിട്ട് തന്നെ നടക്കും. ഇനി ഹൈബ്രിഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ബോർഡ് എക്സാം ഒക്കെ എഴുതുന്ന വിദ്യാർത്ഥികളായിരിക്കാം, അല്ലെങ്കിൽ പല കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാർച്ച് അവസാനം വരെ ഇത് ഓൺലൈനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. എന്നിട്ട് ഏപ്രിൽ ആദ്യത്തെ ആഴ്ച മുതൽ മെയ് വരെ ഓഫ്ലൈനായിട്ട് കേരളത്തിലെ ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററുകളിൽ വന്നിട്ട് ഇത് ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തിരിക്കും. അതിനെ ഹൈബ്രിഡ് എന്ന് പറയും. ഇനി അതല്ല, നമ്മളിപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാതെ ബോർഡ് എക്സാമിന് ശേഷം, അപ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഏതാണ്ട് ഏപ്രിൽ മാസം മൊത്തവും മെയ് ആദ്യം തന്നെ എക്സാം നടക്കും. ആ ബോർഡ് എക്സാമിന് ശേഷമുള്ള സമയം, ഇപ്പോൾ CBSE ഒക്കെ ആണെങ്കിൽ നേരത്തെ എക്സാം തീരും, ISCക്ക് നേരത്തെ എക്സാം തീരും. അപ്പം അങ്ങനെ ബോർഡ് എക്സാം എന്ന് തീരുന്നോ അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം മുതൽ, ഇപ്പോൾ മാർച്ച് 10-ാം തീയതി ബോർഡ് എക്സാം തീരുമെങ്കിൽ മാർച്ച് 11-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കുന്ന തരത്തിൽ ബോർഡ് എക്സാമിൻ്റെ തൊട്ട് പിറ്റേ ദിവസം മുതൽ നീറ്റ് എക്സാമിൻ്റെ അന്ന് വരെയുള്ള ഓഫ്ലൈൻ മാത്രമായിട്ടുള്ള ബാച്ചുകളും ബ്രില്യൻറ്റ് ക്രാഷ് പ്രോഗ്രാമിലുണ്ട്. ഇതിലേത് സ്ട്രീമിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാ വർഷങ്ങളിലും ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സിന് വളരെ വലിയ സ്വീകാര്യതയാണ്. കാരണം ഏറ്റവും അധികം റിസൾട്ട് ഉള്ളത് ബ്രില്യൻറ്റിലാണ് എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെ കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും തന്നെ തിരഞ്ഞെടുക്കുന്നത് ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സിനെയാണ്. നമുക്കറിയാം, അതിനായിട്ട് ബ്രില്യൻറ്റ് കേരളത്തിൽ ഏകദേശം 45ഓളം സെൻറ്ററുകളാണ്. ബോർഡ് എക്സാമിന് ശേഷം നമ്മൾ എല്ലാ ജില്ലകളിലും 3-4 സെൻറ്ററുകൾ, ഓരോ കുട്ടികൾക്കും ഏറ്റവും കുറവ് ഇത് വീടിനടുത്ത് നിന്ന് പോയി വരാൻ പറ്റിയ ഓഫ്ലൈൻ സെൻറ്ററുകൾ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ ഒരുക്കിയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സൈറ്റിൽ നിന്ന് കൃത്യമായിട്ട് ലഭ്യമാവുകയും ചെയ്യും. സാർ, അതുപോലെ തന്നെ ഇനി ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാവും, അല്ലെങ്കിൽ ഇപ്പോൾ പേരൻസ് ആരെങ്കിലും ആയിരിക്കും ഈ വീഡിയോ കാണേണ്ടത്, അവരെന്താണ് ചെയ്യുന്നത്? ഓൾറെഡി ബ്രില്യൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ, ഇപ്പോൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം, ലോങ് ടൈം പ്രോഗ്രാം, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ഒരു പ്രോഗ്രാമിലൊക്കെ ബ്രില്യൻറ്റിൽ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അതേ സ്റ്റുഡൻറ്റ് IDയിൽ നിന്നുകൊണ്ട് തന്നെ ക്രാഷ് പ്രോഗ്രാമിന് brilliantpara.org എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. അതല്ല, ഇതുവരെ ബ്രില്യൻറ്റിൽ എൻറോൾ ചെയ്യാത്ത, ബ്രില്യൻറ്റ് സൈറ്റിൽ അപ്ലൈ ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ brilliantpara.org ആണ് നമ്മുടെ വെബ്സൈറ്റ്. അതിൽ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ പേരും മൊബൈൽ നമ്പറും ഇമെയിൽ ID കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെൻറ്റർ, അല്ലെങ്കിൽ ഓൺലൈൻ, അല്ലെങ്കിൽ ഹൈബ്രിഡ്, ഏത് മോഡിലും നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഞങ്ങളുടെ ക്ലാസ് മെൻറ്റർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയും ഈ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഓൺലൈൻ എന്താണ്, ഓഫ്ലൈൻ എന്താണ്, ഹൈബ്രിഡ് എന്താണ്, നിങ്ങളുടെ വീടിനടുത്തുള്ള സെൻറ്റർ ഏതാണ്, ഇതിൻ്റെ ഫീസ് എത്രയാണ്, സ്കോളർഷിപ്പ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഫീസ് അടച്ച് ഇതിനകത്തോട്ട് എൻറോൾ ചെയ്യുകയും ആ ഫീസ് അടയ്ക്കുന്നതോടൊപ്പം തന്നെ ഇ ലേണിംഗ് ആപ്പ് ആക്റ്റീവ് ആകുകയും ഒരു ക്ലാസ് മെൻറ്റർ ഫെസിലിറ്റി അവൈലബിൾ ആവുകയും ചെയ്യും. സാർ, ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ പരാമർശിച്ചിരുന്നു, ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത കുറച്ച് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് പോലുള്ള ഏറ്റവും
നല്ല മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അവിടെയും കിട്ടിയിട്ടുണ്ട്. അതെ. ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രം ഫസ്റ്റ് ചാൻസ് തന്നെ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഇൻബോൺ ടാലന്റ് ആയിരിക്കാം, ഒബ്ജക്റ്റീവ് നല്ല കപ്പാസിറ്റി ഉള്ളവരായിരിക്കാം. അവർ എഫക്റ്റീവായിട്ട് ക്രാഷ് കോഴ്സിനെ ചെയ്തിട്ട് ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ അവർക്ക് ഗവൺമെന്റ് സീറ്റ് ചില കുട്ടികൾക്ക് ലഭ്യമായിട്ടുണ്ട്. എല്ലാ കോളേജിലും തന്നെ ആ കുട്ടികളുണ്ട്. സർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് എക്സാം എഴുതി കഴിയുന്നത് വരെയല്ല ബ്രില്യൻ്റ് അവരോടൊപ്പം ഉള്ളത്. അവരെ ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തും കോട്ടയം മെഡിക്കൽ കോളേജിലും ഒക്കെ എത്തിക്കുന്നിടം വരെ ബ്രില്യൻ്റ് ടീമുണ്ട്. അതെങ്ങനെയാണെന്ന് കൂടി സാറൊന്ന്. തീർച്ചയായിട്ടും നമുക്കറിയാം പ്ലസ് ടുവിന് ശേഷം ധാരാളം സാധ്യതകൾ ഇന്ന് വിദ്യാർത്ഥികൾക്കുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും എന്തെല്ലാം സാധ്യതകളാണ് പ്ലസ് ടുവിന് ശേഷം ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ചേരാനായിട്ട് സാധിക്കുക, എന്തൊക്കെയാണ് എൻട്രൻസ് എക്സാം ഉള്ളത്, അവിടെ ചേർന്നെങ്കിൽ ഏതൊക്കെ സീറ്റുകളാണ് ലഭ്യമാവുക, ഏതൊക്കെ വെബ്സൈറ്റുകൾ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് റിസർവേഷൻ സിസ്റ്റം, ആ റിസർവേഷന് വേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ നീറ്റ് 2026 ലഭ്യമായിരിക്കുന്ന സ്കോറിനനുസരിച്ച് നമുക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ AFMCയിൽ എങ്ങനെയാണ് പ്രവേശനം നേടേണ്ടത്, അല്ലെങ്കിൽ CMC വെല്ലൂരിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ സെൻറ്റ് ജോൺസിൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, എന്താണ് ESI രീതിയിൽ ESI IP കോട്ട വഴി MBBS എങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ MBBS സീറ്റ് ലഭ്യമാകുമോ, എത്ര രൂപയായിരിക്കും ഫീസായിട്ട് അടയ്ക്കേണ്ടി വരുന്നത്, കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അഡ്മിഷൻ എടുക്കാനുള്ള രീതി എന്താണ്, അങ്ങനെ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസോടുകൂടി അത് ബ്രില്യൻറ്റിൻ്റെ യൂട്യൂബ് ചാനൽ, ബ്രില്യൻറ്റ് പാല നീറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയം മുതൽ ഏറ്റവും അവസാനത്തെ അലോട്ട്മെൻറ്റ് വരെ ഓരോ കാര്യങ്ങളിലും വേണ്ട എല്ലാ ഗൈഡൻസും ബ്രില്യൻറ്റ് ടീം നൽകുന്നതുമാണ്. അപ്പോൾ സാർ, തീർച്ചയായിട്ടും ഈ ഒരു ക്രാഷ് കോഴ്സ് അല്ലെങ്കിൽ ഒരു MBBS സീറ്റ് എന്നൊക്കെ ഉള്ളത് നമ്മൾ വളരെ വ്യക്തമാക്കി കൊടുത്തു. സാർ, അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുണ്ട്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം നേഴ്സിംഗ്. ഇപ്പോൾ കേരളത്തിൽ പ്ലസ് 2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അതൊരു എൻട്രൻസ് എക്സാം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ മെഡിക്കൽ ആസ്പിരൻ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സിനെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ കോഴ്സിനപ്പുറത്ത് ഒരു സർവീസ് മേഖലയിലോട്ട് താല്പര്യമുള്ള നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഈ 2026 കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന മേഖലയാണ് BSc നഴ്സിംഗ് മേഖല. അപ്പോൾ അതുപോലെ തന്നെ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി, അങ്ങനെ ധാരാളം പ്രോഗ്രാമുകൾ, മെഡിക്കലിൻ്റെ പ്രോഗ്രാമുകൾ. ഈ പ്രോഗ്രാമുകൾക്കൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് നീറ്റിൻ്റെ റാങ്ക് വെച്ചിട്ട് സാധിക്കും. ഈ കേരളത്തിൽ ഇപ്പോൾ പ്ലസ് 2 മാർക്ക് വെച്ചിട്ടാണ്, അല്ല കേരളത്തിലും തമിഴ്നാട്ടിലും പ്ലസ് 2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് BSc നഴ്സിംഗ് പ്രവേശനമെങ്കിലും കർണാടകത്തിലെ സ്വകാര്യ മേഖലയിലെ നിംഹാൻസ് പോലെയുള്ളിടത്ത്, സെൻറ്റ് ജോൺസ് പോലെയുള്ളിടത്ത്, അല്ലെങ്കിൽ CMC വെല്ലൂർ പോലെയുള്ളിടത്തൊക്കെ അവരുടെ സ്വന്തമായിട്ടുള്ള പരീക്ഷകളാണ്. അതിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ ക്രാഷ് കോഴ്സിലൂടെ പറ്റും. ഇനി അതല്ല, മിലിറ്ററി നഴ്സിംഗ് 1 രൂപ പോലും ചിലവില്ലാതെ ഏറ്റവും ജോലി സെക്യൂറായിട്ടുള്ള മേഖലയാണ് മിലിറ്ററി നഴ്സിംഗ്, MNS. അതിന് നീറ്റിൻ്റെ സ്കോറിൽ നിന്നാണ് അതിൻ്റെ സെലക്ഷൻ. അതുപോലെ തന്നെ മൗലാന, RAK പോലുള്ള സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 7 കോളേജുകളിൽ നീറ്റിൻ്റെ റാങ്ക് അനുസരിച്ചാണ് BSc നഴ്സിംഗ് പ്രവേശനം കിട്ടുന്നത്. അതുപോലെ ജിപ്മറിൽ BSc നഴ്സിംഗും അലൈഡ് കോഴ്സുകളും നീറ്റിൻ്റെ റാങ്ക് അനുസരിച്ചാണ് കിട്ടുന്നത്. അപ്പം MBBSനപ്പുറത്ത് ഏതൊരു മെഡിക്കൽ മേഖല ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്രാഷ് 2026. അപ്പോൾ തീർച്ചയായിട്ടും 2026 നീറ്റിനെ സമീപിക്കുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് മുതൽ. കാരണം അവർ റിപ്പീറ്റേഴ്സിൻ്റെയും റെസിഡൻഷ്യൽ ബാച്ചിൻ്റെയും ലോങ് ടൈം ബാച്ചിൻ്റെ കൂട്ടത്തിലാണ് അവർ പരീക്ഷകൾ എഴുതുന്നത്. ആയിരക്കണക്കിലധികം വിദ്യാർത്ഥികളോട് കൂടിയാണ്. അപ്പം മലയാളികളിൽ ആ മൊത്തത്തിലൊരു ഏതാണ്ട് ഒരു 90% റിസൾട്ട് ഇവിടെ ഉണ്ടല്ലോ. അപ്പം അവരോടൊപ്പമാണ് ഈ കുട്ടികളും കോമ്പറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ഈ വർഷം തന്നെ ഒരു സീറ്റിന് സാധ്യതയുണ്ട്, അല്ലെ എത്രത്തോളം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. സാർ, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്ത്, കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും രസകരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ബ്രില്യൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ MBBSൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നു. കാരണം ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ കടന്നു വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും റിസൾട്ട് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവായിട്ടുള്ളത്. യെസ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കി 2026 ക്രാഷ് കോഴ്സ് സജ്ജമാണ്. നിങ്ങൾക്ക് കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുന്ന, ഒരു വർഷം ഇനി റിപ്പീറ്റ് ചെയ്യാൻ മാറ്റി വെക്കണമോ എന്നുള്ള തീരുമാനം പോലും നമുക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിൽ തീർച്ചയായിട്ടും അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, ഇപ്പം 100% മാർക്ക് മേടിക്കുന്ന എല്ലാവർക്കും നീറ്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എല്ലാ കഴിവും എല്ലാ കുട്ടികൾക്കും ഇല്ല.
എൻട്രൻസിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് അത് ഒരു ടൈം ബൗണ്ടായിട്ട് നെഗറ്റീവിനെ പേടിക്കാതെ കൃത്യമായിട്ട് ആ സമയബന്ധിതമായിട്ട് നമ്മളൊരു ആൻസറിലോട്ട് എത്താനുള്ളത് അതൊരു കഴിവാണ്, ഒരു ലോജിക്കാണ്. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൽ എത്രത്തോളം നമുക്ക് കഴിവുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവെങ്കിലും തീർച്ചയായിട്ടും ഈ ക്രാഷ് കോഴ്സിൽ നിന്ന് ലഭ്യമാകും. യെസ്. അപ്പോൾ നീറ്റ് 2026 ഒരു MBBS സീറ്റ് സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആഗ്രഹം ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിലെ ഒരു കരിയർ എന്നുള്ളത് തന്നെയായിരിക്കും. അത് ചിലപ്പം പാവപ്പെട്ട വിദ്യാർത്ഥികളുണ്ടായിരിക്കാം, ഇതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് ഇത് അറിയാൻ മേലാത്ത ഒത്തിരി വിദ്യാർത്ഥികൾ. അപ്പോൾ എല്ലാവരിലോട്ടും ഒന്ന് എത്തിക്കുകയും കൂടെ ചെയ്യണം. ഈ വർഷം ബോർഡ് എക്സാം എഴുതുന്നവരും അല്ലെങ്കിൽ നീറ്റിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന എല്ലാവരിലോട്ടും എത്തിക്കുകയും കൂടെ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ 2026 ഒരു MBBS സീറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിൽ ഒരു മികച്ച കരിയർ സ്വപ്നം കാണുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ ഒരു അഡ്മിഷൻ കരസ്ഥമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ബന്ധപ്പെടുക, നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. അപ്പം ബ്രില്യന്റിനൊപ്പം നിന്നുകൊണ്ട് 2026 നീറ്റിന് ഉയർന്ന വിജയം നേടാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.